നമസ്കാരം. പറനിറയെ പതിരാണെങ്കിലും പാറ്റി നോക്കിയാൽ മണി കാണും എന്ന മട്ടിൽ തൻ്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൻ്റെ ഉടമ KM ഷാജഹാൻ. ഷാജഹാനെ എങ്ങനെ പിടിച്ചകത്താക്കാമെന്ന് കരുതിയിരിക്കുന്ന പിണറായി പോലീസിന് പിന്നെയും ചെന്ന് തലവെച്ച് കൊടുത്തിരിക്കുകയാണ് ഷാജഹാൻ. നിലാവ് കണ്ട് പട്ടി കുരയ്ക്കും എന്നൊന്നും പറഞ്ഞാൽ കുര നിർത്തുന്നയാളല്ല ഷാജഹാൻ. നിലാവുണ്ട് എന്ന് ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നു. പറച്ചിൽ നിർത്തി പയറ്റി നോക്കാമെന്ന മട്ടിൽ ഷാജഹാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അന്ന് പിടിക്കപ്പെട്ട രാത്രിയിൽ കൃഷ്ണവിലാസത്ത് ഭഗീരഥൻ പിള്ള മീശ മാധവനോട് യാചിച്ച് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് അതിൻ്റെ പേരിൽ എന്തോ കാര്യം സാധിക്കാൻ ചെന്ന മാധവനോട് പിള്ളേച്ചൻ പറഞ്ഞു, നീ അപ്പോഴാളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇനി നീ എന്തു പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ശത്രുത കൊണ്ടാണെന്നേ ജനം കരുതൂ. അതുകൊണ്ട് ഷാജഹാൻ ഇനി എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. സാക്ഷി പറയാൻ ആരും കാണില്ല. ഷാജഹാൻ ആ രണ്ട് പ്രമുഖ നേതാക്കളെപ്പറ്റി കടത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും പേര് പറഞ്ഞിരുന്നില്ല. പേര് പറഞ്ഞില്ലെങ്കിലും അത് ഞമ്മളാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ രംഗത്ത് വന്നാൽ എന്തു ചെയ്യും ഷാജഹാൻ? ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ലെന്നും നിങ്ങൾ വിരൽത്തുമ്പ് കൊണ്ട് പോലും പരിശുദ്ധരാണെന്നും എനിക്കറിയാമെന്നും പറഞ്ഞിട്ടും തൽപര കക്ഷികൾ അടങ്ങുന്ന മട്ടല്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളെപ്പോലെ തോന്നും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? എന്തായാലും ഷാജഹാൻ്റെ വീട് ഇന്നലെ പോലീസ് സംഘം അരിച്ചു പെറുക്കി. അരിപ്പാത്രം മുതൽ ആട്ടുകല്ലിൽ വരെ കൈയിട്ട് നോക്കി. അടുപ്പുകല്ലിനകത്തെ ചാമ്പലിൽ വരെ പരതി നോക്കി. എന്ത് രേഖ പിടിച്ചെടുക്കാനാണ് പോലീസ് അർദ്ധരാത്രിയിൽ ഷാജഹാൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് ചെന്നത് എന്ന് ഒരു പിടിയുമില്ല. ആ വീഡിയോ അദ്ദേഹം നീക്കിയിട്ടില്ല. അതിട്ടത് ഞാനല്ലെന്ന് പറയുന്നുമില്ല. ഇപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താനും. പക്ഷേ പോലീസിന് ചിലതൊക്കെ പിടിച്ചെടുത്തേ പറ്റൂ. അക്കരെ നിൽക്കുന്ന പശുവിനെ നോക്കി ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കറയിട്ടാൽ അതിന് ചന പിടിക്കുന്നുള്ള രീതിയിലാണ് കേരള പോലീസിൻ്റെ നീക്കങ്ങൾ. ദൃക്സാക്ഷി വിവരണം പോലെ കാര്യങ്ങളെല്ലാം മണിമണിയായി പറയുന്ന ഷാജഹാൻ വല്ല CCTV ഫൂട്ടേജും ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന സംശയമാകും ഈ റെയ്ഡിന് പിന്നിൽ. അതിനാണ് ഫോൺ പിടിച്ചെടുത്തത്. ഷാജഹാൻ ഒളിവിലാണെന്നാണ് ദേശാഭിമാനിയും കൈരളിയും പറയുന്നത്. എന്നാൽ ഷാജഹാനാണ് തൻ്റെ വീട്ടിൽ വന്ന പോലീസുകാരെ നമസ്കാരം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചത്. വീട്ടിലുള്ളയാൾ ഒളിവിലാണെന്ന് പറയുന്ന ദേശാഭിമാനിയുടെ മാധ്യമധർമ്മം കണ്ടുപഠിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയാലേ വായിക്കുന്ന അന്തങ്ങൾക്ക് ഒരാനന്ദം ഉണ്ടാവുകയുള്ളൂ. അയാൾ പേടിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ അവരൊന്ന് ഉഷാറാകും. കേട്ടാൽ തോന്നും ഷാജഹാൻ വല്ല കുത്തുകേസിലെയും പ്രതിയാണെന്ന്, കഠാരയുമായി ഓടിപ്പോകാൻ. ഈ കേസ് കോടതിയിൽ വന്നാലത്തെ സ്ഥിതിയായിരിക്കും ഭയാനകം. ഷാജഹാൻ അത് വെച്ച് 10 വീഡിയോ ചെയ്യും. തൻ്റെ കേസ് സ്വന്തമായി വാദിക്കുകയും ചെയ്യും. താൻ ക്രോസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ വിശദമായി നമ്മോട് പറഞ്ഞു തരും. അന്നേ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി എന്ന് പരാതിക്കാരി പറഞ്ഞേക്കും. ഫോൺ കൊണ്ടുപോയില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല, ധ്യാനം കൂടാൻ പോകുമ്പോൾ എന്തിനാണ് ഫോണെന്ന് പരാതിക്കാരി തിരിച്ചു ചോദിക്കും. ഇങ്ങനെ തീപാറുന്ന ചോദ്യോത്തരങ്ങൾ കേട്ട് കോടതി തരിച്ചു നിൽക്കും. ഇത്രയേറെ കുലീനയും പരിശുദ്ധയുമായ നിങ്ങളല്ല ഞാൻ വീഡിയോയിൽ പരാമർശിച്ച വ്യക്തിയെന്ന് ഷാജഹാൻ വാദിച്ചാൽ പരാതിക്കാരി പെട്ടുപോകും. അല്ല, അത് ഞാൻ തന്നെയാണെന്ന് പരാതിക്കാരി ആവർത്തിച്ചാൽ കോടതി ഷാജഹാനെ ശിക്ഷിച്ച് അകത്താക്കുമോ? കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്ന് ചോദിക്കും പോലെ ഷാജഹാൻ ചോദിക്കും, എറണാകുളത്ത് എത്രയോ ടീച്ചർമാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അന്തങ്ങളെ ആഹ്ലാദിപ്പിക്കാൻ റെയ്ഡും അറസ്റ്റുമൊക്കെ നടത്തിയാലും കോടതി നടപടികൾ തുടങ്ങുമ്പോൾ പരാതിക്കാരിയും കുടുങ്ങും. എന്തൊരു ശുഷ്കാന്തിയാണ് നമ്മുടെ പോലീസിന് ഈ കാര്യത്തിൽ. നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സ്ത്രീകളെയും കുടുംബത്തിൻ്റെയും ഒന്നും കണ്ണുനീരും അപമാനവും ഒന്നും പോലീസിന് പ്രശ്നമേ അല്ല. മറ്റുള്ളവർക്കാർക്കും മാനവും നാണവും ഉളുപ്പും ഇല്ലല്ലോ. CPMകാർ ക്രൂരമായി അധിക്ഷേപിക്കുന്ന മറ്റു സ്ത്രീകളെയൊക്കെ ഒരമ്മയും ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതല്ല, അവരെ പടം വരച്ച് സൃഷ്ടിക്കുന്നതാണ്. ഇതാണ് കേരള പോലീസിൻ്റെ ചിന്താഗതി. അവരൊക്കെ പരാതിപ്പെട്ടാലും പോലീസ് ചോദിക്കുന്ന വിവരങ്ങൾ ഫേസ്ബുക്കിൻ്റെ മാതാവായ മെറ്റ കൊടുക്കാറില്ലത്രേ. അഥവാ കൊടുത്താലും ഒരുപാട് വൈകിപ്പിക്കും. ഇപ്പോഴിതാ മെറ്റ തുള്ളിക്കരഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം കൊടുത്തിരിക്കുന്നു. പിണറായിയുടെ പോലീസിനോട് കളിക്കാൻ മെറ്റയും ഭയക്കും. ഷാജഹാനെ എവിടെ കിട്ടിയാലും അകത്താക്കാൻ കൊതിച്ചു നിൽക്കുകയാണ് പണ്ട് മുതലേ പിണറായിയുടെ പോലീസ്. സ്വാശ്രയ കോളേജിലെ പീഡനത്തെ തുടർന്ന് ജിഷ്ണു പ്രണയ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചത് ഓർമ്മയില്ലേ? മരണത്തെപ്പറ്റി CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവും മഹിജയും ബന്ധുക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു സമരം നടത്തി. അതുവഴി പോയ പാവൻ ഷാജഹാൻ വെറുതെ ആ സമരം കണ്ട് ഒന്ന് നിന്നതേ ഉള്ളൂ. പോലീസ് വന്ന് തൂക്കിയെടുത്ത് അകത്തിട്ടു. സമരം കാണാൻ അന്നവിടെ ചെന്ന തോക്കുസ്വാമിയെയും പോലീസുകാർ ചൂണ്ടി.
അത്രമാത്രം ബഹുമാനത്തോടെയാണല്ലോ ഷാജഹാൻ പിണറായിയെയും കുടുംബത്തെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണവിലാസത്ത് ഭഗീരഥൻ പിള്ളയും സരസുവും പുരുഷവും എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആയാൽ രഹസ്യം തോണ്ടാനിറങ്ങുന്ന മീശ മാധവൻ കൂഞ്ഞു വലിക്കും. അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിൽ മാധവൻ മീശ വിരിച്ച് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. CPM ജീർണത തുറന്നു കാട്ടാനെന്ന് പറഞ്ഞ് ഷാജഹാൻ എത്ര വീഡിയോ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഇനമിനത്തിലും ഇരണ്ട വെള്ളത്തിലുമേ ചേരൂ. വേണമെങ്കിൽ ഷാജഹാന് ഒരു ഗാനം മൂളാം. ശൃംഗാരപദമാടും യാമം മദാലസയാമം.